റോഷിപ്പാലാണ് അല്ലേ? ശരി, അടുത്ത് ഞാൻ റോഷിപ്പാലിലേക്ക് പോകുന്നു. ഇക്ബാൽ, റോഷിപ്പാൽ ബിഗ് ബസാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്ത് നമ്പർ 91, 92 വിവരങ്ങൾ നൽകും. റോഷിപ്പാൽ, നേരത്തെ നിന്നയിടത്ത് കുറച്ച് വോട്ടർമാർ മാത്രമുള്ള ബൂത്തുകളായിരുന്നു. അവിടെ വലിയ ക്യൂ എന്നത് കാണാനുമില്ലായിരുന്നു. ഇപ്പോഴെന്താണ് സ്ഥിതി റോഷിപ്പാൽ? അവിടെ തന്നെയാണോ ഉള്ളത്? സ്മൃതി, നഗരപ്രദേശത്തെ പോളിംഗ് ബൂത്തുകളിലാണ് ഞാനിപ്പോൾ. അത് കഴിഞ്ഞ് കുറച്ചിപ്പുറത്താണ് ബിഗ് ബസാറാണ്. ബിഗ് ബസാറിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ 92, 91, അതിൽ 92 ബൂത്തിലെ ദൃശ്യങ്ങളാണ്. വോട്ടർമാർ അല്പം ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വോട്ടർമാരൊക്കെ പതുക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി തുടങ്ങി, പതുക്കെ സജീവമായി തുടങ്ങി. ചെറിയൊരു ഇടവേള കഴിഞ്ഞ് സജീവമായതാണ്. ഉച്ചയ്ക്കൊരു 1 മണി കഴിഞ്ഞ് ഏതാണ്ട് 2 മണി വരെയൊക്കെ പോളിംഗ് ബൂത്തിൽ താരതമ്യേന വോട്ടർമാർ കുറവായിരുന്നു. ഇപ്പോൾ വോട്ടർമാരൊക്കെ എല്ലാവരും ഭക്ഷണം കഴിച്ച് പതുക്കെ വോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. മാത്രമല്ല, ഈ സമയത്ത് തിരക്ക് താരതമ്യേന കുറവായിരിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് വോട്ടർമാർ കൂടുതലായും എത്തുന്നത്. ഇവിടെയും സ്ത്രീ വോട്ടർമാരുടെ നിരയാണ് നീണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോളിംഗ് ബൂത്തിലും സ്ത്രീകളായ വോട്ടർമാർ തന്നെയാണ് ഈ ഉച്ച കഴിഞ്ഞ് പോളിംഗ് ബൂത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്ന. ഇതിപ്പോൾ ഡ്യൂട്ടിക്കിടയിലൊക്കെ വോട്ട് ചെയ്യാനെത്തിയ ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നു. യൂണിഫോം കാണുന്നു. ജോലിക്കിടയിലാണോ? എവിടെയാ ജോലി? എന്താ പേര്? സുമതി. അപ്പൊ ഇങ്ങനെ ജോലിക്കിടയിലൊക്കെ വോട്ട് ചെയ്ത് മോളുണ്ടല്ലോ, വോട്ട് ചെയ്യാൻ വന്നാണോ? ആരാ കൂടിയാ വന്നത്? എന്താ പേര്? എന്താ ഇവിടെ നടക്കുന്നേ? തെരഞ്ഞെടുപ്പല്ലേ? അറിയേണ്ട കാര്യമില്ലെന്നുള്ള മട്ടില്ല. അപ്പം വോട്ട് ചെയ്യാൻ ഉമ്മയുടെ ഒപ്പം എത്തിയതാണ്. പക്ഷെ നേരെ തൊട്ടപ്പുറത്തൊരു പോളിംഗ് ബൂത്ത് ഉണ്ട്. പക്ഷെ അവിടെ തിരക്കില്ല കേട്ടോ. ഇപ്പോൾ ആ പോളിംഗ് ബൂത്തിൽ അത് 91 അല്ലേ, അവിടെ ആ പോളിംഗ് ബൂത്തിൽ ആരെങ്കിലും വോട്ട് ചെയ്യാൻ തിരക്കുള്ള ആൾക്കാരുണ്ട്. ഇപ്പം വന്നാൽ അപ്പം തന്നെ വോട്ട് ചെയ്ത് തിരിച്ചു പോകാം. കാരണം അവിടെ ഒരാൾ പോലും വോട്ട് ചെയ്യാനില്ല. 91 ബിഗ് ബസാറിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്ത് 91. ഇപ്പോൾ ഒരാൾ പോലും ഇല്ല. ഇപ്പോൾ ആർക്കെങ്കിലും തിരക്കുള്ള ആൾക്കാരുണ്ട്, ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വണ്ടി എടുത്ത് വന്ന് വോട്ട് ചെയ്ത് അപ്പം തന്നെ തിരിച്ചു പോകുന്ന അവസ്ഥയാണ്. വേഗം വന്ന് വോട്ട് ചെയ്ത് തിരിച്ചു പോയതാ. ഇപ്പൊ ഓഫറാണ്. എത്ര സമയം ഈ ഓഫർ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ അതെ 91 നമ്പർ ബൂത്ത്, ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്യാം. ബിഗ് ബസാർ 92, അതുപോലെയല്ല അവിടെ ക്യൂ. ബൂത്തിൽ എത്ര വോട്ടുണ്ടെന്ന് അറിയില്ല, കഴിഞ്ഞിട്ടില്ല താരതമ്യേന. കുറവാണ് ഇവിടെ. ഏതാണ്ട് 810. അല്ല, ഇത് താരതമ്യേന കുറവാണ്. 810 വോട്ട് മാത്രമേ ഉള്ളൂ. പോളിംഗ് അങ്ങനെ 100% പോളിംഗ് ആയിട്ടില്ല. പക്ഷേ നഗരത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും. ഒരുപക്ഷെ നഗരപ്രദേശത്തൂടെയാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇനി നമുക്ക് ഗ്രാമങ്ങളിലേക്ക് പോകാം. അപ്പം അവിടെയൊക്കെ നല്ല തിരക്കാണ്. നേരത്തെ സായി പറഞ്ഞു നഗരത്തിൽ തിരക്കില്ലെങ്കിൽ നേരെ പിരായിരിയിലേക്ക് പോരൂ എന്ന് അല്പം മുമ്പ് നമ്മുടെ തത്സമയ ദൃശ്യങ്ങൾ കണ്ട് സായി പറഞ്ഞു. നഗരത്തിൽ ഇനി വൈകിട്ട് തിരക്ക് കൂടുന്നു. ഇവിടുന്ന് രാഷ്ട്രീയ പാർട്ടി ഉച്ച കഴിഞ്ഞാൽ പോളിംഗ് ശതമാനം കൂടുന്നു, തിരക്ക് കൂടുന്നു. അതെ, പാലക്കാട് ഒരു 3 മണിയോടുകൂടിയൊക്കെയാണ് പോളിംഗ് വളരെ കാര്യമായി ഉണ്ടാവുക എന്നാണ് രാഷ്ട്രീയ നേതാക്കളോട് എല്ലാവരോടും സംസാരിച്ചപ്പോൾ പറഞ്ഞത്. 3 വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3 കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് തിരക്കിന്റെ സമയത്തിലേക്ക് കടക്കുമെന്ന് കരുതാം. ഞാൻ സൈഫിനി